വിവാദങ്ങൾ മഹാവിജയമാക്കി തീർത്ത 4 ചിത്രങ്ങൾ. ബോംബെ 1992 ഡിസംബറിൽ ബോംബെയിൽ നടന്ന വർഗീയ കലാപമായിരുന്നു മണിരത്നം സംവിധാനം ചെയ്ത ബോംബെയുടെ പ്രമേയം. തുടക്കത്തിൽ തന്നെ വിവാദങ്ങൾ പിന്തുടർന്നപ്പോൾ മറാത്ത രാഷ്ട്രീയത്തിന്റെ ആചാര്യനായ ബാൽ താക്കറെയുടെ മുന്നിൽ പ്രദർശിപ്പിച്ച ശേഷം അദ്ദേഹം നിർദ്ദേശിച്ച രംഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ബോംബെ പ്രദർശനത്തിനെത്തിയത്. അപ്പോഴേക്കും മറ്റൊരു വിഭാഗം ചിത്രത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ആളിക്കത്തിച്ചിരുന്നു. വിവാദങ്ങൾക്കിടയിൽ ചിത്രം പുറത്തു വന്നപ്പോൾ തെന്നിന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും വലിയ ഹിറ്റായി മാറുകയായിരുന്നു ബോംബെ. ഗദ്ദാർ ഏക് പ്രേം കഥ. പാകിസ്ഥാനിയായ പെണ്ണും ഇന്ത്യൻ യുവാവും തമ്മിലുള്ള അനശ്വര പ്രണയമായിരുന്നു ഗദ്ദാർ ഏക് പ്രേം കഥ. ചിത്രത്തിന്റെ പശ്ചാത്തലമാകട്ടെ 1947 ഇന്ത്യ വിഭജിക്കുമ്പോൾ ഉടലെടുത്ത വർഗീയ കലാപവും. ചിത്രം പ്രദർശനത്തിന് വന്നപ്പോൾ വിവാദങ്ങൾ കൊടുങ്കാറ്റായി. 2 മതവിഭാഗങ്ങൾ പരസ്പരം ചിത്രത്തിനെതിരെ അതിക്രമം അഴിച്ചുവിട്ടു. യുപിയിലും പഞ്ചാബിലുമെല്ലാം തിയേറ്ററുകൾ നശിപ്പിക്കപ്പെട്ടു. പക്ഷേ ബോളിവുഡ് സിനിമയുടെ ചരിത്രമെഴുതിയ റെക്കോർഡ് വിജയമായിരുന്നു ഗദ്ദാർ ഏക് പ്രേം കഥ സ്വന്തമാക്കിയത്. വിശ്വരൂപം. തീവ്രവാദ യുദ്ധത്തിന്റെ ആധുനിക പടക്കോപ്പുമായിട്ടായിരുന്നു ഉലകനായകൻ കമൽഹാസൻ വിശ്വരൂപം ഒരുക്കിയത്. ചിത്രം റിലീസിന് വന്നപ്പോൾ ഒരു മതത്തെ തീർത്തും അവഹേളിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചിത്രത്തിനെതിരെ മതമൗലികവാദികൾ കല്ലിത്തുള്ളിയത്. ഇതോടെ ചിത്രം വലിയ വിവാദമായി. 150 കോടിയോളം മുതൽ മുടക്ക് അവകാശപ്പെടുന്ന വിശ്വരൂപം 250ഓളം കോടിയായിരുന്നു വാരിക്കൂട്ടിയത്. PK. വിദൂര ഗ്രഹത്തിൽ നിന്നും ഭൂമിയെ പറ്റിപ്പറക്കാൻ വരുന്ന ആമീർ ഖാന്റെ PK ഇന്ത്യൻ സിനിമയിൽ വലിയ കലഹമായിരുന്നു പടർത്തിയത്. ആത്മീയ ദൈവബിംബങ്ങളുടെ ഇമേജ് വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞായിരുന്നു കോലാഹലം. ചിത്രത്തിനെതിരെ പാകിസ്ഥാൻ ബന്ധം പോലും ആരോപിക്കപ്പെട്ടു. എന്നാൽ ഒരു ബോളിവുഡ് സിനിമ ലോകവ്യാപകമായി നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ നേടിക്കൊണ്ടായിരുന്നു PK ഫിനിഷ് ചെയ്തത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.